പെരിയ ഇരട്ടക്കൊലക്കേസിൽ പ്രതിയുടെ മകന്റെ വിവാഹ ചടങ്ങിൽ പങ്കെടുത്ത കോൺഗ്രസ് നേതാവിനെതിരെ നടപടി. ബാലകൃഷ്ണൻ പെരിയ കോൺഗ്രസ് പുറത്താക്കിയിരിക്കുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. കല്യോട്ട് കൊലപാതക കേസിലെ പ്രതിയുടെ മകന്റെ കല്യാണത്തിൽ പങ്കെടുത്തതുമായി ബന്ധപ്പെട്ട് കാസർഗോഡ് ജില്ലയിലെ രാഷ്ട്രീയ അന്തരീക്ഷം മലീമസമാക്കാൻ ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ MP ആരംഭിച്ച യുദ്ധം അതിന്റെ ഒന്നാം ഘട്ട പര്യവസാനത്തിൽ എത്തി നിൽക്കുകയാണ്. ഇന്ന് ഈ ജില്ലയിൽ നിന്നുള്ള 4 പേരെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് കെ സുധാകരൻ പുറത്താക്കി എന്ന വാർത്ത ഉണ്ണിത്താന്റെ സന്തത സഹചാരിയായിട്ടുള്ള ഒരു സ്ത്രീ പീഡന കേസിൽ പ്രതിയായിട്ടുള്ള നോയലാണ് ഇന്ന് മാധ്യമങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. KPCC ഇത് ഏൽപ്പിക്കാൻ അദ്ദേഹത്തെയാണ് ഉത്തരവാദപ്പെടുത്തിയത് എന്ന അർത്ഥത്തിലാണ് നിങ്ങൾക്ക് മുഴുവൻ അദ്ദേഹമാണ് അത് അയച്ചു തന്നിരിക്കുന്നത്. ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ യഥാർത്ഥത്തിൽ ഈ പ്രശ്നം പരിഹരിക്കേണ്ട ഒരാളായിരുന്നു. പക്ഷെ അതിനു പകരം അദ്ദേഹം ഫേസ്ബുക്കിൽ പോസ്റ്റിട്ടു, എത്ര ഉന്നതനായാലും ഈ രക്തസാക്ഷികളുമായി ബന്ധപ്പെട്ട കേസിൽ എല്ലാവരെയും പുറത്താക്കണം എന്നാവശ്യപ്പെട്ടു. അതിനെ തുടർന്ന് ഞാനൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു. ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ അബോധാവസ്ഥയിൽ പിൻവലിച്ചതാണ് എന്ന ഗുരുതരമായിട്ടുള്ള വ്യക്തിഹത്യ നടത്തുന്ന ആരോപണം ശ്രീ ഉണ്ണിത്താൻ പറയുകയുണ്ടായി. പക്ഷേ എൻ്റെ അബോധാവസ്ഥയിലല്ല അത് ഞാൻ പിൻവലിച്ചത്. കോൺഗ്രസിന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി, സംഘടനാ ചുമതലയുള്ള ശ്രീ KC വേണുഗോപാൽ ആ രാത്രിയിൽ എന്നെ നേരിട്ട് വിളിച്ച് ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ആ പോസ്റ്റ് പിൻവലിച്ചത്. അതിനുശേഷം KPCC പരസ്യപ്രസ്താവന പാടില്ല എന്നാവശ്യപ്പെട്ടു. ആ പരസ്യപ്രസ്താവന പാടില്ല എന്ന അർത്ഥത്തിൽ ഞങ്ങളെല്ലാവരും മൗനമായി നിന്നു. പക്ഷേ അദ്ദേഹം തുടർച്ചയായി യോഗങ്ങളിൽ അധിക്ഷേപിച്ചു, മാധ്യമങ്ങളെ നേരിട്ട് വിളിച്ച് അവരുടെ മുമ്പിൽ ഘോരഘോരം ഈ പ്രശ്നത്തെ വഷളാക്കാൻ ബോധപൂർവം ശ്രമിച്ചു. അതിനുശേഷം ഗുരുതരമായിട്ടുള്ള നിരവധി ആരോപണങ്ങൾ അദ്ദേഹം ഉന്നയിച്ചു. CPM-മായി ഈ കറക്ക് കമ്പനിക്ക് ബന്ധമുണ്ട് എന്ന രീതിയിൽ അദ്ദേഹം പലതും പറഞ്ഞു. പക്ഷെ ഒന്നുപോലും തെളിയിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല. ഈ കല്യാണത്തിൽ ഇപ്പം ഞങ്ങൾക്ക് ഓരോ ആളുകൾക്കും പങ്കെടുത്തതിന് ഓരോ കാരണമുണ്ട്. ഈ കല്യാണത്തിൽ പങ്കെടുത്തു എന്ന് കമ്മീഷന് മൊഴി നൽകിയിട്ടുള്ള ഒരാളാണ് ഞാൻ. കാരണം എൻ്റെ എറണാകുളത്തുള്ള ആഡ്സ് പാർക്ക് എന്ന് പറയുന്ന അഡ്വർടൈസിംഗ് കമ്പനിയിൽ നീണ്ട 19 വർഷക്കാലം എന്നോടൊപ്പം ജോലി ചെയ്ത ശ്രീ അജി എന്ന് പറയുന്ന ഈ പ്രതി എന്നാരോപിക്കപ്പെടുന്ന ശ്രീ ബാലകൃഷ്ണന്റെ മൂത്ത മകൻ, അദ്ദേഹം എന്നോടൊപ്പമാണ് അത്രയും വർഷം ജോലി ചെയ്തത്. ഈ കേസുമായി ബന്ധപ്പെട്ട ദിവസങ്ങളിലാണ് അദ്ദേഹം എറണാകുളത്ത് നിന്ന് മാറി നാട്ടിലേക്ക് വന്നത്. അപ്പോൾ അവനാണ് എന്നെ കല്യാണം ക്ഷണിച്ചത്. അവൻ്റെ അനുജൻ ആനന്ദകൃഷ്ണൻ പെരിയ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടർ. ആ ഡോക്ടറും എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു സുഹൃത്താണ്. കഴിഞ്ഞ ഇലക്ഷനിൽ എനിക്ക് ഒരുപാട് സോഷ്യൽ മീഡിയ സപ്പോർട്ട് തന്നിട്ടുള്ള മിടുക്കന്മാരാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ കല്യാണത്തിൽ പങ്കെടുക്കണം. അതുകൊണ്ട് ഞാൻ ആ ഓഡിറ്റോറിയത്തിന് പുറത്ത് വെച്ച് അദ്ദേഹത്തെ കണ്ട് ഷെയ്ക്ക് ഹാൻഡ് ചെയ്ത് എല്ലാവരെയും ആശീർവദിച്ചതിന് ശേഷമാണ് ഞാൻ വന്നത്. അങ്ങനെ എല്ലാവരും ഓരോ രീതിയിൽ, ശ്രീ രാജേട്ടനാണെങ്കിൽ അദ്ദേഹത്തിന്റെ ഓഡിറ്റോറിയമാണ്, അദ്ദേഹം ആ ഓഡിറ്റോറിയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആൾ എന്നുള്ള രീതിയിൽ ആ കല്യാണത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടുക്കളയുമായി ബന്ധപ്പെട്ട കോർഡിനേഷൻ നടത്തിയിരുന്നു. ഞങ്ങളെല്ലാവരും അതിൽ 45% ആളുകളും കോൺഗ്രസ്സുകാരാണ് ആ കല്യാണത്തിൽ പങ്കെടുത്തത്. അതുപോലെ തന്നെ ഇപ്പൊ ഈ കല്യോട്ട് എന്ന് പറയുന്ന സ്ഥലത്തുള്ള ആളുകൾ പോലും ആ കല്യാണത്തിൽ അന്ന് പങ്കെടുത്തിരുന്നു. അതുപോലെ തന്നെ ഈ കല്യാണത്തിന് ഈ വിഭവസമൃദ്ധമായിട്ടുള്ള സദ്യയൊക്കെ വിളമ്പിക്കൊടുത്ത പോലും യൂത്ത് കോൺഗ്രസിന്റെ ചെറുപ്പക്കാരാണ്. അപ്പൊ അത്രമേൽ ഒട്ടും രാഷ്ട്രീയം കലരാതിരുന്ന ഒരു കല്യാണത്തിന്റെ റിസപ്ഷൻ, പെരിയയിൽ വെച്ച് നടന്ന റിസപ്ഷനാണ് ഇത്രയും വലിയൊരു ഇഷ്യൂ ആക്കി ഞങ്ങളൊക്കെ രക്തസാക്ഷികൾക്കെതിരാക്കി മാറ്റിയത്. ശ്രീ ഉണ്ണിത്താനോട് പറയാനുള്ളത്, അദ്ദേഹം 1 ലക്ഷം രൂപയാണ് അദ്ദേഹത്തിന്റെ ഹോണററിയം മുസ്ലിം ലീഗ് ജില്ലാ കമ്മിറ്റിയുടെ ഓഫീസ് നിർമ്മാണത്തിന് വേണ്ടിയിട്ട് നൽകിയത്. അത് അദ്ദേഹം ഫേസ്ബുക്കിലിട്ടു. ഞാനും 25,000 രൂപ മുസ്ലിം ലീഗിന്റെ ജില്ലാ കമ്മിറ്റിയുടെ ഓഫീസ് നിർമ്മാണത്തിന് കൊടുത്തിരുന്നു. പക്ഷെ ഞാനത് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടില്ല. ആ ഉണ്ണിത്താൻ ഇത്ര രക്തസാക്ഷികളുടെ ഈ രക്തത്തിൽ നിന്ന് 2 തവണ ഈ മണ്ഡലത്തിൽ വിജയിച്ച ഉണ്ണിത്താൻ 1 നയാ പൈസ ഈ കേസുമായി ബന്ധപ്പെട്ട് ഇവിടെ ചെലവഴിച്ചിട്ടില്ല. ഞാൻ അദ്ദേഹത്തിന് അന്നും വെല്ലുവിളിച്ചു. അദ്ദേഹം ഈ വീട്ടിൽ വെച്ചാണ് ഞങ്ങൾ യോഗം നടത്തി KPCC പ്രസിഡന്റ് ശ്രീ K സുധാകരനോട് 2 വട്ടം
ഈ കേസിനെ സഹായിക്കാൻ ആവശ്യമായിട്ടുള്ള പണം സ്വീകരിച്ചത്. അതിനു മുൻപ് ധീരനായ ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഏകദേശം 25 ലക്ഷം രൂപയാണ് ഈ കല്യോട്ട് കേസുമായി ബന്ധപ്പെട്ട ചെലവുകൾക്കായിട്ട് നൽകിയത്. അന്നും ഇന്നും ഈ വാചാടോപമല്ലാതെ ഒരു നയാ പൈസ ഈ വിദ്വാൻ ഇവിടെ ചെലവഴിച്ചിട്ടില്ല എന്നുള്ളത് പരമമായ ഒരു സത്യമാണ്. അദ്ദേഹം ഇപ്പോ ഒരു എന്താ പറയുന്നത്, അല്പൻ അധികാരം കിട്ടിയാൽ അർദ്ധരാത്രിക്ക് കുട പിടിക്കും എന്നൊരവസ്ഥയിലാണ് അദ്ദേഹം നടക്കുന്നത്. ഞങ്ങളൊക്കെ ഒരു പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കാൻ അദ്ദേഹം ഇവിടുത്തെ DCC പ്രസിഡന്റിനെ ഭയപ്പെടുത്തി കൂടെ നിർത്തി എത്രയോ ദിവസമായി തിരുവനന്തപുരത്ത് തമ്പടിച്ച് കാര്യങ്ങൾ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ നാട്ടിൽ പറയാറുണ്ട്, അദ്ദേഹം അവിടെ പഞ്ചായത്ത് മെമ്പർ ആയിട്ടില്ല. അദ്ദേഹം കുണ്ടറയിൽ 35,000 വോട്ടിന് പരാജയപ്പെട്ട ആളാണ്. അദ്ദേഹം പല രീതിയിലുള്ള കേസുകൾക്കും എന്താണ് പറയുന്നത്, ഇമ്മോറൽ ആയിട്ടുള്ള പല കേസുകൾക്കും, ഞാനിപ്പോൾ വ്യക്തിഹത്യ നടത്താൻ ആഗ്രഹിക്കുന്നില്ല, അത് നമുക്ക് രണ്ടാം വട്ടമാവും. അത്തരം കേസുകളിൽ പ്രതിയായ ഒരു മനുഷ്യൻ ഈ കാസർഗോട്ട് വന്നപ്പോൾ ഭാഷകളുടെ നാട്ടിൽ വാക്കിന്റെ പോരാളി എന്ന് പറയുന്ന ടാഗ് ലൈൻ അത് ഉണ്ടാക്കി കൊടുത്തവനാണ് ഞാൻ. അന്നു മുതൽ ഇന്ന് വരെ അദ്ദേഹത്തോടൊപ്പം നിരന്തരമായി പ്രവർത്തിച്ച് അദ്ദേഹത്തിന്റെ ഓരോ സന്നിഗ്ധ ഘട്ടത്തിലും കൂടെ നിന്ന ആളുകളാണ്. പക്ഷേ അദ്ദേഹം ഈ ജില്ലയെ ആകെ തകർത്തു. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ ഒരു പ്രസ്ഥാനത്തെ ഏറ്റവും വലിയ ബ്ലാക്ക് മാജിക്കിന്റെ ജില്ലയാക്കി മാറ്റി, ദുർമന്ത്രവാദത്തിന്റെ ജില്ലയാക്കി മാറ്റി. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ നിന്ന് ദുർമന്ത്രവാദത്തിന്റെ പേരിൽ സാധനങ്ങൾ കൊണ്ടുപോയി. അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ നിന്ന് കൊണ്ടുപോയി. ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തിനോടൊപ്പം കൂടെ നിൽക്കണം എന്ന വാശിയിൽ എന്റെ ഈ വീട്ടിൽ വന്ന് അദ്ദേഹം അറബിക്കിൽ എഴുതിയ തകിടുകൾ ഒരാചാര്യനെ കൊണ്ടുവന്നെടുപ്പിച്ചു. ഞാൻ അന്നും ഇന്നും അതിൽ വിശ്വസിക്കുന്ന ഒരാളല്ലാത്തത് കൊണ്ട് ഞാനത് പുറത്തു പറഞ്ഞില്ല. എന്തിനാ? ഇവിടുത്തെ ഹിന്ദുക്കളെയും മുസ്ലിമുകളും ആയിട്ടുള്ള നേതാക്കന്മാരെ പരസ്പരം അടുപ്പിക്കാൻ. ഇവിടുത്തെ ചില മുസ്ലിം കോൺഗ്രസ് നേതാക്കന്മാരുടെ പേര് അദ്ദേഹം പരസ്യമായി പറഞ്ഞു, ഇദ്ദേഹമാണ് നിന്റെ വീട്ടിൽ കുഴിച്ചിട്ടത് എന്ന് പറഞ്ഞു. ആ രീതിയിൽ കാരണം അദ്ദേഹം വരുന്ന സമയം മുതൽ അദ്ദേഹത്തിന്റെ ആഗ്രഹം ഇവിടെ മതപരമായിട്ടുള്ള സംഘർഷത്തിൽ നിന്ന് മുതലെടുക്കുക എന്നുള്ളതാണ്. അതിന് അദ്ദേഹം കുറിവായിച്ചത്. ഞാൻ നിങ്ങളോട് ഈ വാർത്താ സമ്മേളനത്തെ വെല്ലുവിളിക്കുന്നു. നിങ്ങൾ പറയുന്ന ഏതെങ്കിലും ഒരു സ്കിൻ സ്പെഷ്യലിസ്റ്റ്, ആ സ്കിൻ സ്പെഷ്യലിസ്റ്റിനെ കൊണ്ടുവന്ന് അദ്ദേഹത്തിന്റെ കുറി മായ്ച്ചത് അദ്ദേഹത്തിന് ഏതെങ്കിലും രീതിയിലുള്ള അലർജിയാണ് എന്ന് തെളിയിച്ചാൽ ഞാൻ കാസർഗോഡ് പ്രസ് ക്ലബിന് എത്ര വലിയ സംഭാവന നൽകാനും തയ്യാറാണ്. അതല്ലെങ്കിൽ ഞാൻ എന്റെ പൊതുപ്രവർത്തനം ഇനി ബാക്കിയുണ്ടെങ്കിൽ അത് അവസാനിപ്പിക്കാൻ തയ്യാറാണ്. അദ്ദേഹത്തിന്റെ സ്കിൻ പരിശോധിക്കണം. അത്രയും വലിയൊരു കാട്ടുകള്ളനാണ് ഇദ്ദേഹം. ഈ നാടിനെ ആകെ ഏറ്റവും വലിയ അപമതിപ്പുണ്ടാക്കി, ഇവിടത്തെ മതസൗഹാർദ്ദത്തിന്റെ അന്തരീക്ഷത്തെ ഓരോ ഘട്ടത്തിലും ഇല്ലാതാക്കി, ഈ നാടിനകത്ത് നിന്ന് കറവ പശുവിനെ പോലെ സകലതും കറന്നെടുത്ത ഒരാളാണ് അദ്ദേഹം. അദ്ദേഹത്തിനെതിരെയുള്ള യുദ്ധം ഞങ്ങൾ ഇവിടെ നിന്ന് ആരംഭിക്കുകയാണ്. പക്ഷേ എന്റെ പാർട്ടിയെ ഒരംശം പോലും പോറലേൽപ്പിക്കാൻ ഞാൻ ഈ സന്ദർഭത്തിൽ ആഗ്രഹിക്കുന്നില്ല. രക്തസാക്ഷികളോടൊപ്പം അന്നു മുതൽ ഇന്ന് വരെ കൂടെ നിന്ന ആളുകളാണ് ഞങ്ങൾ. ആ രക്തസാക്ഷികൾ ആദ്യത്തെ ദിവസം രണ്ടുപേരെയും 2 സ്ഥലത്ത് അടക്കം ചെയ്യാൻ തീരുമാനിച്ചു. രണ്ടുപേരും 2 ജാതിയിൽപ്പെട്ട ആളുകളാണ്. അന്ന് ഞങ്ങൾ നേരിട്ട് പോയി പറഞ്ഞു, 10 സെന്റ് സ്ഥലത്തിന്റെ പൈസ തരാം, 2 മക്കളെയും ഒരുമിച്ച് അടക്കം ചെയ്യണം. അന്നു മുതൽ ആരംഭിച്ച യുദ്ധം നിങ്ങൾക്കറിയാലോ. അഡ്വക്കേറ്റ് ശ്രീ കെ ശ്രീധരനെയാണ് ഈ കേസ് ഏൽപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചത്. എറണാകുളത്ത് അദ്ദേഹത്തിന്റെ ഓഫീസിൽ പോയി, അദ്ദേഹം താമസിക്കുന്ന ലോഡ്ജിൽ പോയി ഞങ്ങൾ ഈ കേസ് ഏൽപ്പിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, മോനെ എന്നെ കൊണ്ട് ഇത് നടത്താൻ പറ്റില്ല എന്ന്. അന്ന് ആസഫ് അലിയോട് നിങ്ങൾ വിളിച്ചു ചോദിക്കണം. ആസഫ് അലിയോട് പോയി ആസഫ് അലിക്ക് ഈ കേസ് ഏൽപ്പിച്ചത് മുതൽ അതിന്റെ പിന്നിൽ നിന്നിട്ടുള്ള ആളുകളാണ് ഞങ്ങൾ. ആ രക്തസാക്ഷികളുടെ പേരിലാണ് ഞങ്ങളുടെ രക്തം കുടിക്കാൻ ഒരു കൂട്ടം ആളുകൾ ശ്രമിച്ചിട്ടുള്ളത്. ഉണ്ണിത മാത്രമല്ല, ശ്രീ ഫൈസൽ ഇതിനകത്ത് വലിയ റോള് വഹിച്ചു. ഈ ഫൈസലിനെ DCC പ്രസിഡന്റ് ആക്കാൻ വേണ്ടി ഞങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടായി പരിശ്രമിച്ചതാണ്. അന്ന് സുധാകരന്റെ മേശപ്പുറത്ത് കാസർഗോഡ് ജില്ലയിലെ ഒരു കൂട്ടം നേതാക്കന്മാർ കൊണ്ടുപോയി കൊടുത്ത 2 സ്ത്രീ പീഡന കേസ് ഇദ്ദേഹത്തിനെതിരെ അവിടെ ഉണ്ടായിരുന്നു. ഞാൻ അന്ന് കെ സുധാകരനോട് പറഞ്ഞു, ഇങ്ങനെയുള്ള കേസുകൾ ഒരാൾ അധികാരത്തിൽ വരുമ്പോൾ സ്വാഭാവികമായി ഉണ്ടാക്കുന്നതാണ്, അത് നിങ്ങൾ മാറ്റിവെക്കണം, നിങ്ങൾ ഫൈസലിനെ പ്രസിഡന്റ് ആക്കണം എന്ന് പറഞ്ഞാണ്. രാജ്മോഹൻ ഉണ്ണിത്താനെതിരെ വിമർശനം ഉന്നയിക്കുകയാണ് ബാലകൃഷ്ണൻ പെരിയ ഇരട്ടക്കൊലക്കേസിലെ പ്രതിയുടെ മകന്റെ വിവാഹ ചടങ്ങിൽ കോൺഗ്രസ് നേതാക്കൾ പങ്കെടുത്ത സംഭവത്തിൽ ഇപ്പോൾ നടപടിയുണ്ടായിരിക്കുന്നു. KPCC സെക്രട്ടറിയായിരുന്ന ബാലകൃഷ്ണൻ പെരിയെ അടക്കം 4 പേരെ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയിരിക്കുന്നു. ബാലകൃഷ്ണൻ പെരിയുടെ വാക്കുകളാണ് കേട്ടത്. ഒരു ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയെത്താം. അറിഞ്ഞില്ലേ? ചമ്പക്കുളം മൂലം വള്ളംകളി പമ്പയാറ്റിൽ തുടങ്ങി. 3 ഹീറ്റ്സുകളിലായി 6 ചുണ്ടൻ വള്ളങ്ങളാണ് മത്സരിക്കുക. ആദ്യ ഹീറ്റ്സിൽ നടുഭാഗവും ആയാപ്പറമ്പ് ചുണ്ടനും തമ്മിലാണ് മത്സരം. വിവരങ്ങളുമായി ശരണ്യ സ്നേഹജനുണ്ട്. ശരണ്യയിലേക്ക് വരാം.
ചമ്പക്കുളം മൂലം വള്ളംകളി പമ്പയാറ്റിൽ തുടങ്ങി 4 മണിയോടുകൂടി മത്സരങ്ങൾ സജീവമാകും. 3 ഹീറ്റ്സുകളിലായി 6 ചുണ്ടൻ വള്ളങ്ങളാണ് മത്സരിക്കുക. ഇപ്പോൾ ശരണ്യ സ്നേഹജനുണ്ട്. ശരണ്യ, മത്സരം തുടങ്ങിയിട്ടുണ്ടോ? വിവരങ്ങൾ. പാർവതി, ജലോത്സവ കാലത്തിന് വീണ്ടും തുടക്കം കുറിച്ചുകൊണ്ട് ആവേശകരമായ വള്ളംകളിയാണ് ഇപ്പോൾ പമ്പയാറ്റിൽ നടക്കുന്നത്. രാജ്യപ്രമുഖൻ ട്രോഫി സ്വന്തമാക്കുന്നതിന് വേണ്ടിയുള്ള മത്സരത്തിൽ ചമ്പക്കുളം മൂലം വള്ളംകളിയിൽ 1ാം ഹീറ്റ്സിൽ നടുഭാഗം തുഴഞ്ഞ നടുഭാഗവും ഒപ്പം തന്നെ UTC കൈനഗിരി തുഴഞ്ഞ ആയാപറമ്പ് പുത്തൻചുണ്ടൻ തമ്മിലായിരുന്നു മത്സരം. വാശിയേറിയ മത്സരത്തിൽ, അതായത് ഫോട്ടോ ഫിനിഷിൽ തന്നെ ആദ്യ മത്സരം നമുക്ക് വിശേഷിപ്പിക്കാം. ആദ്യ മത്സരത്തിൽ നടുഭാഗം ചുണ്ടനാണ് ഒന്നാമതായി എത്തിയത്. 2ാമത്തെ ഹീറ്റ്സിൽ തുഴഞ്ഞത് ചമ്പക്കുളം ചുണ്ടനും, അതായത് ചമ്പക്കുളം ബോട്ട് ക്ലബ്ബ് തുഴഞ്ഞ ചമ്പക്കുളം ചുണ്ടനും ഒപ്പം ജീസസ് ബോട്ട് ക്ലബ്ബ് തുഴഞ്ഞ ചെറുതലയും തമ്മിലായിരുന്നു മത്സരം. ചമ്പക്കുളം ചുണ്ടനാണ് അവിടെ കൃത്യമായ ഒരു ആധിപത്യം കൂടി. ശരണ്യയിലേക്ക് തിരികെ എത്താം. ചമ്പക്കുളം മൂലം വള്ളംകളി പമ്പയാറ്റിൽ തുടങ്ങി 3 ഹീറ്റ്സുകളിലായി 6 ചുണ്ടൻ വള്ളങ്ങളാണ് മത്സരിക്കുന്നത്. ആദ്യ ഹീറ്റ്സിൽ നടുഭാഗവും ആയാപ്പറമ്പ് ചുണ്ടനും തമ്മിലാണ് മത്സരം. 4 മണിയോടുകൂടി തന്നെ മത്സരങ്ങൾ സജീവമാകും. ഇതിന്റെ ഭാഗമായി ഒട്ടേറെ ക്രമീകരണങ്ങളും പമ്പയാറ്റിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ജലഗതാഗതത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തി. ശരണ്യയിലേക്ക് വീണ്ടും. ശരണ്യ, തുടരാം. ജലോത്സവ സമിതിയുടെ ജനറൽ കൺവീനർ ചമ്പക്കുളം മൂലം വള്ളംകളി പമ്പയാറ്റിൽ തുടരുകയാണ്. വിവരങ്ങൾ നൽകിയത് ശരണ്യ സ്നേഹജൻ. പത്തനംതിട്ട കോന്നിയിൽ ടെറസിൽ നിന്ന് വീണ് 2 വയസ്സുകാരി മരിച്ചു. 2 വയസ്സുള്ള അസ്രം മറിയയാണ് മരിച്ചത്. ഇന്ന് രാവിലെ 11 മണിക്കാണ് സംഭവം. ടെറസിൽ കളിച്ചുകൊണ്ടിരിക്കെയാണ് അപകടമുണ്ടായത്. കണ്ണൂരിൽ വിദ്യാർത്ഥിനി ബസ്സിൽ കുഴഞ്ഞു വീണ് മരിച്ചു. പാപ്പിനിശ്ശേരി വെസ്റ്റിലെ ഫാത്തിമത്തുൽ ഷാസിയ സിറ്റിയാണ് മരിച്ചത്. പരിയാരം വിളയാങ്കോട് MGM കോളേജിലെ ബിഫാം വിദ്യാർത്ഥിനിയാണ്. കോളേജിലേക്കുള്ള യാത്രാമധ്യേ കോളേജ് ബസ്സിൽ കുഴഞ്ഞു വീഴുകയായിരുന്നു. അടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിലും തുടർന്ന് കണ്ണൂർ മെഡിക്കൽ കോളേജിലും എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. തിരുവനന്തപുരം നെയ്യാറ്റിൻകര കോവില്ലൂരിൽ 13 വയസ്സുകാരനെ വീട്ടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. അമ്പലം സ്വദേശികളായ അരുളാനന്ദ് ഷൈനി ദമ്പതികളുടെ മകൻ അബിയാണ് മരിച്ചത്. ജനൽ കമ്പിയിൽ തൂങ്ങി മരിച്ച നിലയിലായിരുന്നു. വാഴച്ചൽ സ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. സംഭവസമയം മാതാപിതാക്കൾ വീട്ടിലുണ്ടായിരുന്നില്ല. ഷൈനിയുടെ പിതാവ് മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. വെള്ളറട പോലീസ് അന്വേഷണം തുടങ്ങി. കൊല്ലം കടക്കലിൽ കൈ കഴുകാൻ വെള്ളം കോരി നൽകാത്തതിനെ തുടർന്ന് 67-കാരിയായ അമ്മയുടെ കൈ മകൻ അടിച്ചൊടിച്ചു. കോട്ടുക്കൽ സ്വദേശിനിയായ കുലുസം ബീവിയുടെ കൈയാണ് വിറക് കമ്പുകൊണ്ട് അടിച്ചൊടിച്ചത്. മകൻ നിസാറുദ്ദീൻ അറസ്റ്റിലായി. കഴിഞ്ഞ 16-ാം തീയതിയാണ് കേസിനാസ്പദമായ സംഭവം നടക്കുന്നത്. വൈകുന്നേരം 4:30 മണിയോടെ വീട്ടിലെത്തിയ മകൻ ഭക്ഷണം ചോദിക്കുകയും ഇറച്ചിക്കറിയിൽ നെയ്യ് കൂടിപ്പോയെന്ന് പറഞ്ഞ് മകൻ അമ്മയെ അസഭ്യം പറയുകയുമായിരുന്നു. ആഹാരം കഴിച്ച ശേഷം കൈ കഴുകാൻ വെള്ളം കോരി നൽകിയില്ല എന്ന് പറഞ്ഞ് മുറിയിലെത്തി കട്ടിലിരുന്ന അമ്മയെ ഇയാൾ ആക്രമിക്കുകയായിരുന്നു. എറണാകുളം ബസ് സ്റ്റാൻഡിൽ മന്ത്രി KB ഗണേഷ് കുമാർ സന്ദർശനം നടത്തുകയാണ്. അതിലേക്ക്. പുതിയ സ്കീമിനോട് ചോദിച്ചത് തൊട്ട് മുമ്പാണ് കുറേശ്ശെ അവരോട് മാറ്റി മിനിസ്റ്റർ വരുന്നത് പറഞ്ഞപ്പോ കുറേശ്ശെ അവരോട് മാറ്റി ബാക്കിയുള്ളതാണ് ഇവിടുന്ന്
നമുക്ക് ഇവിടെ ഒരു മോളിക്കാന്ന് വിചാരിച്ചു. കഴിഞ്ഞപ്പോൾ നമ്മളൊരു കുറച്ച് സ്ഥലം തോട്ടനഗരെ കൂടെ അതിനെ മാറ്റി അപ്പുറത്ത് പബ്ലിക് ക്യാമ്പിന്റെ അപ്പം നമുക്ക് എവിടെയാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്? അതനുസരിച്ച് അവിടെ വെച്ച് പാടും. മിനിസ്റ്റർ പറയുന്നത് ഈ തോട്ടിലുള്ള വെള്ളം ഇതിലേക്ക് കയറാതിരിക്കാനായിട്ട് വെള്ളം ഇങ്ങോട്ട് കയറാൻ കോൺക്രീറ്റ് ഞാൻ പെട്ടെന്ന് മനസ്സിലാക്കിയാലും റോഡ് താന്ന് കിടങ്ങി ഇത് താന്ന് അപ്പോൾ റോഡിൽ കൂടെ വരുന്ന വെള്ളം ഇങ്ങോട്ട് ഒഴുകി കയറും ഒന്നാണ് ഇവിടുന്ന് വെള്ളം ഇങ്ങോട്ട് കയറും അപ്പോൾ റോഡിനാണ് ക്ലിയർ ചെയ്തതായിട്ട് ഇവിടെ നിങ്ങൾ ഈ ബുക്കിംഗ് പൊളിക്കാൻ 10 മീറ്റർ ആകുമ്പോൾ 9 മീറ്റർ വിടാന്ന് പറഞ്ഞു. അപ്പം അവിടെ വെച്ചിട്ട് കോൺക്രീറ്റ് റോഡ് വെള്ളം ലീക്ക് ഒറ്റ ദിവസം കൊണ്ട് ജോയിന്റ് ഒന്നും അപ്പം ഇങ്ങനെ വെള്ളം വന്നാൽ ലീക്ക് ചെയ്ത് എന്നിട്ട് ഇതിൻ്റെ തറ വെക്കാൻ ഇതിൻ്റെ ബിൽഡിങ്ങിൻ്റെ തറ പൊക്കിയതെല്ലാം തട്ടി കളക്കി ആലും മരമൊക്കെ പിന്ത് കളഞ്ഞ് പുതിയതായിട്ട് കറക്റ്റായിട്ട് ഫ്ലോറെല്ലാം ഫ്ലോർ ഹൈറ്റ് കൂട്ടി ലൈസ് ഒക്കെ ഇവിടുത്തെ വർക്കല്ലേ നമ്മുടെ മറ്റൊരു അത് നമ്മുടെ കണക്കാണ് മാർക്ക് ഒറ്റമഴയിൽ തന്നെ എറണാകുളം KSRTC സ്റ്റാൻഡ് വെള്ളത്തിൽ ആകുന്ന സ്ഥിതിയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഒറ്റമഴയിൽ തന്നെ സ്റ്റാൻഡും പരിസരവുമാകെ വെള്ളത്തിൽ മുങ്ങിയിരുന്നു. ഇത് യാത്രക്കാരെയും ഒപ്പം KSRTC ജീവനക്കാരെയും സാരമായി തന്നെ ബാധിക്കും. ഒപ്പം ബസ്സുകളുടെ സർവീസുകളെയും ഇത് ബാധിക്കും. സമീപത്തെ വിവേകാനന്ദ കനാലിൽ നിന്നാണ് ഇവിടേക്ക് വെള്ളം കയറുന്നത്. ഭൂനിരപ്പിൽ നിന്നും 2.5 അടി താഴെയാണ് ഈ സ്റ്റേഷൻ നിൽക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. കഴിഞ്ഞ ദിവസം മഴക്കാലത്ത് വെള്ളം കയറാതെ ഈ സ്റ്റാൻഡ് സംരക്ഷിക്കുമെന്ന് മന്ത്രി KB ഗണേഷ് കുമാർ വ്യക്തമാക്കിയിരുന്നു. IIT-യിലെ എഞ്ചിനീയർമാരും അദ്ദേഹത്തിന്റെ സന്ദർശനത്തിന്റെ ഭാഗമാകുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഒപ്പം ഉദ്യോഗസ്ഥരും ജില്ലാ കളക്ടറും ഹൈബീഡൻ MP-യും കാണാം. അല്പസമയത്തിന് മുൻപാണ് മന്ത്രി KB ഗണേഷ് കുമാർ എറണാകുളം KSRTC സ്റ്റാൻഡിലെത്തിയത്. അദ്ദേഹം സ്ഥിതി വിലയിരുത്തുകയാണ്. യാത്രക്കാർക്ക് എന്നും പേടി സ്വപ്നമാണ് എറണാകുളത്തെ ഈ KSRTC സ്റ്റാൻഡ്. ഒരു മഴ പെയ്താൽ വെള്ളക്കെട്ടാകുന്ന ദുരിതമാണ് ഇവിടെ. ഇപ്പോൾ മഴക്കാലം ആയതോടുകൂടി സ്ഥിരം ഇവിടെ വെള്ളക്കെട്ടുണ്ടാവുകയും സർവീസുകൾ മുടങ്ങുകയും ചെയ്യുന്ന സ്ഥിതിയാണ്. യാത്രക്കാർ പലപ്പോഴും മുട്ടറ്റം വെള്ളത്തിലാണ് സ്റ്റാൻഡിൽ ബസ് കാത്തു നിൽക്കുന്നത്. ഒപ്പം ജീവനക്കാരും ഇതുപോലെ തന്നെ ബുദ്ധിമുട്ടുന്നുമുണ്ട്. തൊട്ടടുത്ത അഴുക്കുചാലിലെ വെള്ളമാണ് ഈ സ്റ്റാൻഡിലേക്ക് കടന്നെത്തുന്നത്. ഇത് പകർച്ചവ്യാധി അടക്കമുള്ളവയ്ക്കിടയാക്കുമെന്നും ആശങ്കയുണ്ട്. സ്റ്റാൻഡിലെ വെള്ളക്കെട്ടിന് പരിഹാരം കാണുമെന്ന് മന്ത്രി കഴിഞ്ഞ ദിവസം ഉറപ്പു നൽകിയിരുന്നു. ഇതിന്റെ ഭാഗമായി കൂടിയാണ് ഇന്നത്തെ ഈ സന്ദർശനം. അഴുക്കുചാലുകളിൽ നിന്നുള്ള ചെളിവെള്ളമാണ് ബസ് സ്റ്റാൻഡിൽ നിറയുന്നത്. കാലങ്ങളായി ഇത് തന്നെയാണ് ഇവിടുത്തെ അവസ്ഥ. പലവട്ടം യാത്രക്കാരും ഉദ്യോഗസ്ഥരുമടക്കം പരാതി പറയാറുണ്ടെങ്കിലും നടപടിയൊന്നും ഉണ്ടായിരുന്നില്ല. IIT എഞ്ചിനീയർമാരും മന്ത്രിക്കൊപ്പം ഉണ്ട്. നമുക്കിപ്പോഴും ദൃശ്യങ്ങളിൽ കാണാം. ആ സ്റ്റാൻഡിൽ വലിയ വെള്ളക്കെട്ടല്ലെങ്കിൽ പോലും ചെറിയ തോതിൽ വെള്ളം കെട്ടിക്കിടക്കുന്നുണ്ട്. മഴ പെയ്താൽ കനത്ത മഴയുണ്ടെങ്കിലോ അല്ലെങ്കിൽ ചെറിയൊരു മഴയിൽ പോലുമോ സ്റ്റാൻഡ് ആകെ വെള്ളം നിറയുന്ന സാഹചര്യമാണ്. ബസ് സ്റ്റാൻഡിന്റെ
എറണാകുളം KSRTC സ്റ്റാൻഡിൽ നിന്നുള്ള കാഴ്ചയാണ് കാണുന്നത്. അല്പസമയം മുൻപാണ് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ സ്റ്റാൻഡിന്റെ സ്ഥിതി കാണാനായി എത്തിയത്. അദ്ദേഹത്തിനൊപ്പം ഹൈബി ഈഡൻ MP, ജില്ലാ കളക്ടർ, ഉദ്യോഗസ്ഥർ, IIT-യിലെ എഞ്ചിനീയർമാർ അടക്കമുണ്ട്. എല്ലാ ഇവിടെ അങ്ങോട്ട് പോകില്ല, ന്യായം പറയാം. പരിചാരം കണ്ട ആ ചോദിച്ചത് എങ്ങോട്ട് പോകുന്നറിയാം. എറണാകുളം KSRTC സ്റ്റാൻഡിൽ സന്ദർശനം നടത്തുകയാണ് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ. യാത്രക്കാർക്ക് എന്നും പേടി സ്വപ്നമാണ് എറണാകുളത്തെ ഈ KSRTC സ്റ്റാൻഡ്. ചെറിയ മഴയിൽ പോലും സ്റ്റാൻഡിൽ വെള്ളക്കെട്ടുണ്ടാകുന്ന സ്ഥിതിയാണ്. മന്ത്രി സ്റ്റാൻഡിന്റെ ഓരോ ഭാഗങ്ങളും നടന്നു കാണുകയും ജീവനക്കാരോടും മറ്റുദ്യോഗസ്ഥരോടും വിവരങ്ങൾ തേടുകയും ചെയ്യുന്നുണ്ട്. സമീപത്തെ വിവേകാനന്ദ കനാലിൽ നിന്നാണ് അഴുക്കുവെള്ളം അടക്കമുള്ളവ ഈ സ്റ്റാൻഡിലേക്ക് കയറുന്നത്. ഇത് വലിയ ദുരിതമാണ് ജീവനക്കാർക്കും യാത്രക്കാർക്കും നൽകുന്നത്. മന്ത്രിക്കൊപ്പം ഹൈബി ഈഡൻ MP, TJ വിനോദ് MLA തുടങ്ങിയവരുമുണ്ട്. ഒപ്പം ഉദ്യോഗസ്ഥരും ജില്ലാ കളക്ടർ അടക്കമുള്ളവരും അദ്ദേഹത്തിനൊപ്പമുണ്ട്. ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയെത്താം. എറണാകുളം KSRTC ബസ് സ്റ്റാൻഡിൽ മന്ത്രി KB ഗണേഷ് കുമാറിന്റെ സന്ദർശനം തുടരുകയാണ്. അതിലേക്ക് അതെന്താണെന്നറിയോ, അത് നമ്മളുടെ അംബേദ്കർ സ്റ്റാൻഡേർഡ് സൈസാക്കി നമ്മൾ അതിൽ കൂടി തിരുവനന്തപുരം അല്ലേ ഇത് പഠിച്ചിട്ടാണല്ലോ ഇതൊക്കെ പറയുന്നത്. ഡിസൈൻ പ്ലാനൊക്കെ കൊള്ളാം, ഒരു മഴയത്ത് വന്നത് നിങ്ങൾ കണ്ട് പഠിച്ചോളൂ.
എല്ലാ സ്ഥലത്തും എറണാകുളം KSRTC സ്റ്റാൻഡ് പരിഹാസപാത്രമായി മാറുകയാണെന്ന് കഴിഞ്ഞ ദിവസം മന്ത്രി KB ഗണേഷ് കുമാർ തന്നെ പറഞ്ഞ കാര്യമാണ്. തുടർന്നാണ് അദ്ദേഹം ഇന്ന് സ്റ്റാൻഡ് സന്ദർശിക്കുമെന്ന് അറിയിച്ചതും സ്റ്റാൻഡ് നേരിടുന്ന പ്രശ്നം അടിയന്തരമായി തന്നെ പരിഹരിക്കുമെന്നും MLAയുടെ നേതൃത്വത്തിൽ പ്രശ്നങ്ങൾ പഠിച്ച് പരിഹാരം കാണുമെന്നും മന്ത്രി വ്യക്തമാക്കിയിരുന്നു. ഇതിന്റെ ഭാഗം കൂടിയായാണ് ഇന്നത്തെ ഈ സന്ദർശനം. അദ്ദേഹത്തിനൊപ്പം ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും ഉണ്ട്. ഈ സ്റ്റാൻഡിലേക്ക് അഴുക്കുവെള്ളമടക്കം കയറുന്ന കനാൽ ഭാഗമടക്കം മന്ത്രി കണ്ട് പരിശോധിച്ചു. ഒരു മഴ പെയ്താൽ സ്റ്റാൻഡിനകത്ത് യാത്രക്കാർക്ക് നിൽക്കാൻ പോലും കഴിയാത്ത അത്രയേറെ ശോചനീയാവസ്ഥയിലാണ് ഇവിടുത്തെ സ്ഥിതി. TJ വിനോദ് MLA ആണ് ഇക്കാര്യം മന്ത്രിയുടെ ശ്രദ്ധയിൽ കഴിഞ്ഞ ദിവസം പെടുത്തുകയും അദ്ദേഹം ഉന്നയിച്ച പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം കാണുമെന്ന് മന്ത്രി ഉറപ്പു നൽകുകയും ചെയ്തത്. ഒരു മഴ പെയ്താൽ തന്നെ എറണാകുളത്തെ KSRTC സ്റ്റാൻഡ് വെള്ളക്കെട്ടാകുന്ന സ്ഥിതിയുണ്ട്. ഇത് ബസ് സർവീസുകളെയും യാത്രക്കാരെയും ഏറെ വലച്ചിരുന്നു. ഭൂനിരപ്പിൽ നിന്നും 2.5 അടി താഴെയാണ് ഈ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത്. ഇത് തന്നെയാകും ഒരുപക്ഷെ വെള്ളക്കെട്ട് ഇത്രയേറെ രൂക്ഷമാകാനും കാരണം. അല്പസമയത്തിനകം മന്ത്രി KB ഗണേഷ് കുമാർ മാധ്യമങ്ങളെ കാണും. അപ്പോൾ അതിലേക്ക് മടങ്ങിയെത്താം. മറ്റു വാർത്തകൾ കൂടി നോക്കാം. കോഴിക്കോട് കൊടുവള്ളിയിൽ സ്കൂട്ടർ അപകടത്തിൽ പരിക്കേറ്റ വിദ്യാർത്ഥി മരിച്ചു. നെല്ലാങ്കണ്ടി ആനപ്പാറ സ്വദേശി ആദിലാണ് മരിച്ചത്. നെല്ലാങ്കണ്ടി പെട്രോൾ പമ്പിന് മുൻവശത്തായിരുന്നു അപകടം. സ്കൂട്ടറും താമരശ്ശേരി ഭാഗത്തു നിന്ന് വന്ന കാറും കൂട്ടിയിടിക്കുകയായിരുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്ന് ഉച്ചയോടെയാണ് മരണം സംഭവിച്ചത്. കൂടെയുണ്ടായിരുന്ന 2 വിദ്യാർത്ഥികൾ ചികിത്സയിലാണ്. പാലാ തൊടുപുഴ റോഡിൽ ബസ് അപകടം. 15 പേർക്ക് പരിക്കേറ്റു. ബംഗളൂരു, തിരുവല്ല, ആലപ്പുഴ റൂട്ടിൽ സർവീസ് നടത്തുന്ന സൂരജ് എന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ഇന്ന് രാവിലെ 11:30യോടെയാണ് അപകടം സംഭവിച്ചത്. അപകടത്തിൽപ്പെട്ടവരെ തൊടുപുഴയിലെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. ഇതിൽ 3 പേരുടെ പരിക്ക് ഗുരുതരമാണ്. അപകടം നടന്ന സ്ഥലത്ത് രാമപുരം, കരിങ്കുന്നം പോലീസ് എത്തി രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. മൂന്നാറിൽ വീണ്ടും അപകടയാത്ര. കേരള, കർണാടക രജിസ്ട്രേഷനുള്ള കാറുകളുടെ ഡോറിൽ ഇരുന്ന് മൂന്നാർ മാട്ടുപ്പെട്ടി റോഡിലൂടെ യാത്ര ചെയ്യുന്ന ദൃശ്യങ്ങളാണ് പുറത്തുവന്നത്. ഗ്യാപ് റോഡിൽ സാഹസിക യാത്ര നടത്തിയ 3 ഡ്രൈവർമാർക്കെതിരെ മോട്ടോർ വാഹന വകുപ്പ് നടപടി സ്വീകരിച്ചിരുന്നു. ഇതോടൊപ്പം മൂന്നാർ മുതൽ ആനയിറങ്കൽ വരെയുള്ള ഭാഗങ്ങളിൽ പരിശോധനയും കർശനമാക്കിയിരുന്നു. ഗ്യാപ് റോഡിനെ അപേക്ഷിച്ച് വീതി കുറഞ്ഞതും തിരക്കേറിയതുമായ പാതയാണ് മാട്ടുപ്പെട്ടി റോഡ്. വളവുകൾ നിറഞ്ഞ പാതയിലൂടെയുള്ള സാഹസിക യാത്ര അപകടങ്ങൾക്കും ഇടയാക്കും. അതിനിടെ ഗ്യാപ് റോഡിൽ വീണ്ടും സാഹസിക യാത്ര നടത്തി. തമിഴ്നാട് സ്വദേശികളാണ് കാറിൽ സാഹസിക യാത്ര നടത്തിയത്. മോട്ടോർ വാഹന വകുപ്പ് പരിശോധന ശക്തമാക്കുമ്പോഴും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുകയാണ്. ദൃശ്യങ്ങൾ പകർത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ടതോടെ സാഹസിക യാത്ര ഇവർ അവസാനിപ്പിക്കുകയായിരുന്നു. കണ്ണൂരിൽ വീണ്ടും ബോംബുകൾ കണ്ടെത്തി. കൂത്തുപറമ്പിലാണ് 2 സ്റ്റീൽ ബോംബുകൾ കണ്ടെത്തിയത്. കിണറ്റിന്റെ വിട അമ്പിലാട് റോഡിൽ ആളൊഴിഞ്ഞ പറമ്പിൽ നിന്നാണ് പോലീസ് നടത്തിയ പരിശോധനയിൽ ബോംബുകൾ കണ്ടെത്തിയത്. തിരുവനന്തപുരം ആറ്റിങ്ങലിൽ കോഴികളെയും താറാവുകളെയും അജ്ഞാത ജീവി കൊന്നൊടുക്കി. അവനവഞ്ചേരി സ്വദേശി ലാലിന്റെ വീട്ടിലെ കോഴികളെയാണ് കൊന്നത്. 15 വർഷമായി ലാൽ ഇവിടെ മുട്ടക്കോഴികളെ വളർത്തുന്നുണ്ട്. നിലവിൽ 28ഓളം കോഴികളാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ഒരാഴ്ച മുൻപാണ് ഇവിടെ ഉണ്ടായിരുന്ന 8 താറാവുകളെ അജ്ഞാത ജീവി ആക്രമിച്ചു കൊന്നത്. ഗിനി, BV3 ഇനത്തിൽപ്പെട്ട കോഴികളാണ് ഉണ്ടായിരുന്നത്. കാസർഗോഡ് കാഞ്ഞങ്ങാട് KSRTC ഡിപ്പോയിൽ യൂണിയൻ നേതാവിന്റെ ഇരിപ്പ് സമരം. ബ്രീത്ത് അനലൈസറുമായി സഹകരിക്കില്ലെന്ന് പറഞ്ഞതിന് ഡ്യൂട്ടി നിഷേധിച്ചതിനെ തുടർന്ന് ഡിപ്പോയിലെ ഡ്രൈവറും ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് യൂണിയൻ INTUC ജില്ലാ സെക്രട്ടറിയുമായ വിനോദ് തോമസാണ് പ്രതിഷേധിച്ചത്. ശമ്പളം നൽകാത്തതിനാലാണ് ബ്രീത്ത് അനലൈസറുമായി സഹകരിക്കില്ലെന്ന് പറഞ്ഞതെന്നും വിനോദ് പറഞ്ഞു.
ബിലീവേഴ്സ് ചർച്ച് അധ്യക്ഷനായി ഡോക്ടർ സാമുവൽ മാർ തിയോഫിലസ് സ്ഥാനമേറ്റു. തിരുവല്ല സഭാ ആസ്ഥാനത്തെ സെന്റ് തോമസ് കത്തീഡ്രലിൽ നടന്ന ചടങ്ങുകൾക്ക് ഡൽഹി ഭദ്രാസനാധിപൻ ജോൺ മോർ ഐറേനിയസ് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. മുപ്പത് കുപ്പി വിദേശ മദ്യവുമായി യുവാവിനെ വടകര എക്സൈസ് അറസ്റ്റ് ചെയ്തു. തിക്കൊടി പള്ളിക്കര സ്വദേശി ഉണ്ണികൃഷ്ണനെയാണ് വാഹന പരിശോധനയ്ക്കിടെ എക്സൈസ് പിടികൂടിയത്. മാഹിയിൽ നിന്നും സ്കൂട്ടറിൽ ബാഗിലാക്കി കടത്തുകയായിരുന്നു മദ്യം. തിക്കൊടി മേഖലയിൽ വിദേശ മദ്യ വിൽപ്പന നടത്തുന്നയാളാണ് പിടിയിലായ പ്രതിയെന്ന് എക്സൈസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. ദുരന്തമുഖത്ത് നിന്നും ഒരമ്മയെയും മകനെയും സാഹസികമായി രക്ഷപ്പെടുത്തി ഒരു നാടിന്റെ വീരനായകനാവുകയാണ് മുബാറക്. ഭാരതപ്പുഴയുടെ ആഴങ്ങളിൽ മുങ്ങിത്താണ ഉമ്മയ്ക്കും മകനുമാണ് പാലക്കാട് കൂട്ടക്കടവ് സ്വദേശി പുളിക്കൽ മുബാറക് രക്ഷകനായത്. കുടല്ലൂർ ജാറത്തിന് സമീപം താമസിക്കുന്ന അമ്മയും 7 വയസ്സുള്ള മകനും പുഴ കാണാനെത്തിയപ്പോഴായിരുന്നു അപകടവും മുബാറക്കിന്റെ അവസരോചിതമായ ഇടപെടലും. കൂട്ടക്കടവിൽ നിർമ്മാണം പുരോഗമിക്കുന്ന റെഗുലേറ്ററിന് താഴെ കളിക്കുന്നതിനിടെ കുട്ടി കാൽ വഴുതി പുഴയിൽ വീഴുകയായിരുന്നു. രക്ഷിക്കാൻ ശ്രമിച്ച അമ്മയും നീന്തൽ വശമില്ലാത്തതിനാൽ മുങ്ങിത്താഴ്ന്നു. കുടുംബസമേതം പുഴ കാണാനെത്തിയ മുബാറക് ഇത് കണ്ട് പുഴയിലേക്ക് എടുത്തു ചാടി. ആദ്യം കുട്ടിയെയും പിന്നെ അമ്മയെയും സാഹസികമായി കരക്കെത്തിച്ചു. ഞങ്ങൾ സാധാരണ ഞായറാഴ്ചകളിലൊക്കെ സാധാരണ വൈകുന്നേരങ്ങളിൽ പുഴയിലേക്ക് വരാറുള്ളതാണ്. അപ്പോൾ ഇന്നലെ വന്നപ്പോൾ പെരുന്നാളല്ല, അപ്പം കുറേ ഫാമിലികളൊക്കെ ഇവിടെ ഒരുപാട് ഫാമിലികളുണ്ട്. ഞങ്ങൾ ഇതേമാതിരി അങ്ങനെ നടക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. അപ്പോൾ അതിലൊരു കുറച്ച് ഫാമിലി കുട്ടികളൊക്കെ ആയിട്ട് അവിടെ കളിക്കുന്നുണ്ടായില്ല. ഒരു കുട്ടി പെട്ടെന്ന് വന്നിട്ട് വെള്ളത്തിൽ ചാടുന്നതായി ഞാൻ കണ്ട്. ചാടിയപ്പോൾ കുട്ടി ആദ്യം കരക്കെന്ന് കുറച്ച് നേരം കളിച്ചു. പിന്നെ കുട്ടി പതുക്കെ ഇങ്ങനെ വെള്ളത്തിലേക്ക് ഇറങ്ങി പോകുന്നതായിട്ടാണ് കണ്ടത്. പിന്നെ കുട്ടി ഒഴുക്കിപ്പെട്ടു. അപ്പോൾ കുട്ടി ഒഴുകി പോകുമ്പോൾ ഉമ്മ കുത്തി ചാടി. ഉമ്മ ചാടിയപ്പോൾ ഉമ്മാക്കും നിലം കിട്ടുന്നില്ല. ഉമ്മ ഇവിടുന്ന് മുങ്ങിപ്പൊന്തുന്നതായി കണ്ടു. അപ്പോൾ ഞാൻ വേഗം പോയി അവരെ രണ്ടുപേരെയും രക്ഷിക്കുന്നുണ്ടായിരുന്നു. വലിയൊരു ദുരന്തമുഖത്ത് നിന്നും ഇരുവരെയും ജീവിതത്തിലേക്ക് തിരികെ എത്തിച്ച മുബാറക് ഇപ്പോൾ ഒരു നാടിന്റെ വീരനായകനാണ്. ന്യൂസ് 18 പാലക്കാട്. വീട്ടുമുറ്റത്ത് സ്വന്തമായി വിമാന മാതൃക നിർമ്മിച്ച് ശ്രദ്ധേയനായിരിക്കുകയാണ് പത്തനംതിട്ട കോന്നി കൂടൽ സ്വദേശി ബൈജു. 65,000 രൂപ ചെലവിട്ടാണ് വിമാന നിർമ്മാണം. നിരവധി പേരാണ് ഈ മാതൃക കാണാനായി ഇവിടെ എത്തുന്നത്. സ്വദേശി ബൈജുമോന്റെ വീട്ടുമുറ്റത്തെ വിമാനം കണ്ടാൽ ആരും ഒന്ന് ഞെട്ടും. യഥാർത്ഥ വിമാനം വീട്ടുമുറ്റത്ത് ലാൻഡ് ചെയ്തതുപോലെയാണ് നിർമ്മാണം. ഇരുമ്പ് പൈപ്പുകളും സ്റ്റീൽ ഷീറ്റുകളും ചേർത്ത് വെച്ച് നിർമ്മിച്ചിട്ടുള്ള വിമാനത്തിന് 65,000 രൂപയാണ് ചെലവായത്. ഇതിനു പുറമെ വിമാനം വീട്ടുമുറ്റത്ത് സ്ഥാപിക്കുന്നതിനായി കുറച്ചു തുക കൂടി മുടക്കേണ്ടി വന്നു. വിമാനം നിർമ്മിച്ചതിന്റെ പിന്നിൽ സങ്കടകരമായ ഒരു കഥ കൂടിയുണ്ട്. ഞങ്ങൾ യൂട്യൂബറെ കാണാൻ പോയി. ആ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ തിരിച്ചു ഓടേണ്ടി വന്നു. ആ യൂട്യൂബറെ കാണാൻ കഴിയാതെ. അവിടെ ഒരു ചേച്ചി ഉണ്ടായിരുന്നു. ആ ചേച്ചിയാണ് പറഞ്ഞത് ഇതുപോലെ യൂട്യൂബറെ കാണാൻ കഴിയത്തില്ല, ബിസിയാണ്, ലൈവിലാണ് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ തിരിച്ചു വരുന്ന സമയത്ത് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് തിരിച്ചു വരാൻ മനസ്സില്ല. വീണ്ടും അവരുടെ വീട്ടിലേക്ക് ചെല്ലണം, ഒന്നുകൂടെ പോയി നമുക്ക് ചോദിക്കാം എന്ന് പറഞ്ഞ് നിർബന്ധിക്കുകയുണ്ടായി. ആ നിർബന്ധം ഒരു കരച്ചിലേക്ക് വന്നു കഴിഞ്ഞപ്പം ഞാൻ പറഞ്ഞു, ഇനി മുതൽ നിങ്ങളുടെ യൂട്യൂബർ ഞാനാണ്. അങ്ങനെയാണ് ഈ ഒരു രംഗത്തേക്ക് വരാനുള്ള കാരണം. ഇതിന് 65,000 രൂപയുടെ മെറ്റീരിയൽ മാത്രമായി. ഇത് വളച്ച് എടുക്കുകയൊക്കെ വേണമല്ലോ. അതിനുവേണ്ടി ദൂരെ സ്ഥലത്ത് കൊണ്ടുപോയി വളച്ച് കൊണ്ടുവരികയും അതേപോലെ ഇതിന് ഫ്രെയിം നല്ലപോലെ ഉണ്ടാക്കിയില്ലെങ്കിൽ നമുക്ക് എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാനും എടുക്കാനൊന്നും പറ്റത്തില്ല. 2-3 പ്രാവശ്യത്തെ ഷിഫ്റ്റിംഗ് തന്നെയായത്. ആ സമയങ്ങളിലൊന്നും ഒരു കേടും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നല്ല രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ ഫ്രെയിം എല്ലാം ഉണ്ടാക്കിയത്. പുല്ലൂർ മൂവാറ്റുപുഴ റോഡ് സൈഡിലായിരുന്നു, ആ ഹൈവേയിൽ തന്നെ ആയിരുന്നു. ഇപ്പം ഞങ്ങൾ ഇവിടെ കൊണ്ടുവരാനുള്ള കാരണം പല ചാനലുകാരും പറഞ്ഞു ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്യണം വീടിൻ്റെ അവിടെ, എന്നാലേ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെ അതിനുവേണ്ടി മാത്രം നമ്മൾ കൊണ്ടുവന്നതാണ്. ഇഷ്ടം പോലെ ആൾക്കാർ വരുന്നുണ്ട്. കുട്ടികളുടെ സ്കൂളിൽ നിന്ന് ആൾക്കാർ വന്നിട്ടുണ്ട്, സെൽഫി എടുക്കുന്ന, റോഡിൽ കൂടെ പോകുന്ന ആൾക്കാരെല്ലാം ഇറങ്ങി സെൽഫി എടുക്കുന്നു. അങ്ങനെ ഒരുപാട് പേര്. പിന്നെ ലോകത്തിന്റെ എല്ലാ സ്ഥലങ്ങളിൽ നിന്ന് ആൾക്കാർ ഇപ്പം വിളിക്കാറുണ്ട്.
കാരണം ഇങ്ങനെ ഒന്ന് മധുരപ്രതികാരം എന്ന് പറയുന്ന രീതിയിൽ ചെയ്തിട്ടില്ല എന്നൊക്കെ അവർ ഒരുപാട് പറയുന്നുണ്ട് കാര്യങ്ങൾ. മക്കളായ ഗോഡ്സനും ഗോഡ്ലിയും ഭാര്യ സുമിയും ബൈജുവിന്റെ അധ്വാനത്തിന് സഹായമായി നിന്നു. 30 അടി നീളത്തിൽ നിർമ്മിച്ചിട്ടുള്ള ഈ വിമാനം കാണാൻ ഇപ്പോൾ ബൈജുവിന്റെ വീട്ടിൽ തിരക്കാണ്. ന്യൂസ് 18 പത്തനംതിട്ട. 100ാം വാർഷികം ആഘോഷിക്കുന്ന കാസർഗോഡ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അവഗണനയുടെ പട്ടികയിലാണ്. നിരവധി പ്രഗത്ഭരടക്കം പഠിച്ചിറങ്ങിയ സ്കൂളിന്റെ മേൽക്കൂര പോലും ഏത് നിമിഷവും തകർന്നു വീഴാവുന്ന നിലയിലാണ്. കാസർഗോഡിന്റെ നഗരഹൃദയത്തിലെ വിദ്യാവെളിച്ചമാണ് 100 വർഷം പിന്നിട്ട കാസർഗോഡ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ. ജില്ലയുടെ ഓരോ തുടിപ്പുകൾക്കും സാക്ഷ്യം വഹിച്ച വിദ്യാലയം. പ്രഗത്ഭരായ നിരവധി പേരെയാണ് സംഭാവന ചെയ്തത്. കാസർഗോഡിന്റെ വിദ്യാഭ്യാസ രംഗത്ത് സാംസ്കാരിക സവിശേഷതകൾ കൊണ്ട് GHSSന്റെ പ്രാധാന്യം വളരെ വലുതാണ്. ഇത്രയും പ്രാധാന്യമുള്ള വിദ്യാലയമായിട്ടും ഇന്നും കടുത്ത അവഗണനയാണ് നേരിടുന്നത്. സമീപത്തുള്ള മറ്റ് സ്കൂളുകളെല്ലാം കോടികൾ ചെലവിട്ട് ഹൈടെക് ആകുമ്പോൾ നഗരഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്ന ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഇപ്പോഴും പ്രവർത്തിക്കുന്നത് അത്രത്തോളം പഴക്കമുള്ള കെട്ടിടങ്ങളിലാണ്. ഈ സാഹചര്യത്തിൽ സ്കൂളിലെ കെട്ടിട സൗകര്യങ്ങൾ ഉൾപ്പെടെ മെച്ചപ്പെടുത്തണമെന്ന ആവശ്യമാണ് ഉയരുന്നത്. ഹൈസ്കൂൾ ഓഫീസിൻ്റെ കെട്ടിടം എന്ന് പറഞ്ഞാൽ വളരെ പഴക്കം ചെന്നൊരു ഓഫീസ് കെട്ടിടമാണ്. അത് ഓടിട്ട ഒരു കെട്ടിടം, ഏറ്റവും ടോപ്പിലായിട്ടുള്ളത്. അതും അങ്ങനെയാണ് വേറൊരു മാറ്റം, അതിന് ഒരു പുതിയ കെട്ടിടം ഉണ്ടാവേണ്ടതുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു കെട്ടിടം കൂടി ഇപ്പോൾ നമ്മളെ ഒരു തൊട്ടടുത്തുള്ള എൻ്റെ ഈ ഇടതുവശത്തുള്ള ഒരു കെട്ടിടം, ആ കെട്ടിടം കുറച്ചും പഴക്കം ചെന്നതാണ്. അതും കൂടി മാറ്റിയാൽ ഈ സ്കൂളിൻ്റെ പ്രശ്നങ്ങളൊക്കെ തീരും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനുള്ള ശ്രമം നടത്തേണ്ടതുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ഇത് ജില്ലയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സ്കൂളിലൊന്നാണ്. ഫണ്ടില്ല എന്ന കാരണത്താൽ കെട്ടിടങ്ങൾ പെയിന്റ് ഇളകി വൃത്തിഹീനമായി കിടക്കുകയാണ്. പ്രവേശനോത്സവത്തോടനുബന്ധിച്ച് താൽക്കാലികമായി 3 ബ്ലോക്കുകൾക്ക് സ്കൂൾ സ്റ്റാഫ് കൗൺസിലും OSA കമ്മിറ്റിയും സഹകരിച്ച് 1.25 ലക്ഷം രൂപ ചെലവിട്ട് പെയിന്റ് അടിച്ച് വൃത്തിയാക്കി നൽകി. ഹൈസ്കൂൾ ഓഫീസും ലാബും പ്രവർത്തിക്കുന്ന കെട്ടിടത്തിന്റെ മേൽക്കൂര ഏത് നിമിഷവും തകർന്നു വീഴാവുന്ന അവസ്ഥയിലാണുള്ളത്. മറ്റ് സ്കൂളുകൾക്ക് MLA ഫണ്ടിൽ നിന്ന് കോടികൾ ചെലവിട്ട് പുതിയ കെട്ടിടങ്ങൾ നിർമ്മിച്ചു നൽകുമ്പോൾ നഗരഹൃദയത്തിലെ സ്കൂളിനും കുറച്ചു തുകയെങ്കിലും മാറ്റിവെക്കാത്തത് പ്രതിഷേധത്തിനിടയാക്കുന്നുണ്ട്. സ്കൂളിനോടുള്ള അധികൃതരുടെ അവഗണന അവസാനിപ്പിക്കണമെന്നും മികച്ച കെട്ടിട സൗകര്യം ഉൾപ്പെടെ ഒരുക്കുവാൻ നടപടി ഉണ്ടാകണമെന്നുമാണ് ഉയരുന്ന ആവശ്യം. ന്യൂസ് 18 കാസർഗോഡ്. സംസ്ഥാനത്ത് മഴ കനക്കുന്നു. ഇന്ന് 8 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. കോട്ടയം, എറണാകുളം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് മുന്നറിയിപ്പുള്ളത്. ഒപ്പം പത്തനംതിട്ട, ആലപ്പുഴ, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ യെല്ലോ അലർട്ടുമുണ്ട്. നാളെ 3 ജില്ലകളിൽ റെഡ് അലർട്ടാണ്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് നാളെ റെഡ് അലർട്ട്. വരും ദിവസങ്ങളിൽ മഴ കനക്കുമെന്നും കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു. പത്തനംതിട്ടയിൽ സ്കൂൾ വിദ്യാർത്ഥിനിയെ ഉപദ്രവിച്ചയാളെ കൈകാര്യം ചെയ്ത അമ്മ. സ്കൂളിൽ നിന്ന് വീട്ടിലേക്കുള്ള യാത്രക്കിടെ ബസ്സിൽ വെച്ചും പുറത്തിറങ്ങിയ ശേഷവും ഉപദ്രവം തുടർന്നതോടെയാണ് സംഭവമറിഞ്ഞ് സ്ഥലത്തെത്തിയ അമ്മ പ്രതിയുടെ മുഖത്തടിച്ചത്. വിദ്യാർത്ഥിനിയെ ഉപദ്രവിച്ച അടൂർ മുണ്ടപ്പള്ളി സ്വദേശി രാധാകൃഷ്ണപിള്ളയെ പോലീസ് അറസ്റ്റ് ചെയ്തു. അടൂർ നെല്ലിമുകൾ ജംഗ്ഷനിൽ നിന്നും വീട്ടിലേക്ക് വരികയായിരുന്ന വിദ്യാർത്ഥിനിയാണ് രാധാകൃഷ്ണപിള്ള ഉപദ്രവിച്ചത്. കുട്ടിയുടെ ദേഹത്ത് ഇയാൾ പലതവണ മോശമായ രീതിയിൽ സ്പർശിച്ചു. ഇതോടെ വിദ്യാർത്ഥിനി അമ്മയെ വിളിച്ച് വിവരമറിയിക്കുകയായിരുന്നു. സ്ഥലത്തെത്തിയ അമ്മയെയും പ്രതി കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചു. ഇതോടെയാണ് അമ്മ പ്രതിയുടെ മുഖത്തടിച്ചത്. ആവശ്യമില്ലാതെ പെമ്പിള്ളാർ ദേഹത്ത് തൊടരുത് പറഞ്ഞാട്ടില്ല. അവന്റെ പേരും അഡ്രസ്സും ഒക്കെ എന്ന് പറഞ്ഞേ സ്റ്റേഷനിൽ വിളിച്ച സഹികെട്ടാണ് പ്രതിയെ അടിക്കേണ്ടി വന്നതെന്ന് അമ്മ വിശദീകരിച്ചു. അടിയേറ്റ പ്രതിയുടെ മൂക്കിന്റെ പാലത്തിന് പൊട്ടലുണ്ട്. ഏനാത്ത് പോലീസ് അറസ്റ്റ് ചെയ്ത പ്രതിക്കെതിരെ പോക്സോ വകുപ്പ് ചുമത്തി. ഇയാളെ ഉപദ്രവിച്ചെന്ന പരാതിയിൽ കുട്ടിയുടെ അമ്മയുടെ പേരിലും കേസെടുത്തിട്ടുണ്ട്. ന്യൂസ് 18 പത്തനംതിട്ട. ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയെത്തും.